ഇന്ന് തിരുവനന്തപുരത്ത് വലിയൊരു പുകില് തന്നെയാണ് നടക്കുന്നത്. ഒരു വശത്ത് നിയമസഭയിൽ ബഡ്ജറ്റ് പ്രഖ്യാപനം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നിയമസഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു സമയം. ഈ സമയത്ത് തലസ്ഥാനത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വലിയൊരു ഇ.ഡി. സംഘം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അവർ വെറുതെ വന്നതല്ല, ഒരു വലിയ CRPF സേന, ഒരു സംഘം തന്നെ കൂടെയുണ്ട്. ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റിലേക്ക് ഇ.ഡി. നീങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന രീതിയിലുള്ള വലിയ അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് വീണ പരിഭ്രാന്തിയിലാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ എത്താതിരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യാനായി വീണയെ കൊണ്ടുചെന്ന് ഇറക്കിയ ശേഷം മുഹമ്മദ് റിയാസിന് മടങ്ങിപ്പോകേണ്ടി വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് വളരെ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള HDFC ബാങ്കിലെത്തി വീണ വിജയന്റെ ബാങ്ക് ലോക്കർ അന്വേഷിക്കുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലായേക്കാം എന്ന വാർത്തകൾക്കിടയിലാണ് ഈ ലോക്കർ പരിശോധന നടക്കുന്നത്. ഇന്ന് തലസ്ഥാനത്ത് മറ്റു ചില പരിശോധന കൂടി ഇ.ഡി. നടത്തുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം 9 മണിക്കൂറോളമാണ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. എന്നാൽ വീണ നൽകിയിട്ടുള്ള മൊഴികളൊന്നും ഒട്ടും തൃപ്തികരമല്ല എന്നും ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് അതങ്ങോട്ട് ശരിയായിട്ടില്ല എന്നുമാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തുടർ പരിശോധനകളും തെളിവ് കണ്ടെത്തലുമൊക്കെ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയും അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു. വീണയുടെ ലോക്കർ മാത്രമല്ല, ബാങ്ക് ഇടപാടുകളടക്കം ഇ.ഡി. വിശദമായി പരിശോധിക്കുന്നുമുണ്ട്. ചോദ്യം ചെയ്യലിനിടയിൽ ഏത് ബാങ്കിലെ ലോക്കറാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വീണ വിജയൻ തന്നെയാണ് ആയുർവേദ കോളേജിലുള്ള ഈ HDFC ബാങ്കിന്റെ ലോക്കറിന്റെ വിവരം ഇ.ഡിക്ക് പറഞ്ഞു കൊടുത്തത്. മുമ്പ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടില് റെയ്ഡ് നടത്തി പുറത്തിറങ്ങിയിട്ടുള്ള ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകരുടെ ഭീകര ഗുണ്ടായിസം തേർവാഴ്ച അറിയാലോ നടന്നിരുന്നത്. കാറ് അടിച്ചു പൊളിച്ച് ഉദ്യോഗസ്ഥരെ തല്ലി ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിരുന്നു. അതിൽ 300 പേർക്കെതിരെ കേസുമുണ്ട്. കുറച്ചെണ്ണത്തിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്, അകത്തിട്ടിട്ടുണ്ട്, ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അന്ന് നടന്നിരുന്നു. അന്ന് ആ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തകർക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ഇത്തരം അതിക്രമങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം എന്ന് കരുതിയിട്ട് ഇത്തവണ വലിയ തോതിൽ കേന്ദ്രസേനയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല, അന്ന് ഇ.ഡി. അന്വേഷണത്തിന് വന്നപ്പോ സംസ്ഥാന പോലീസിനെ, ആഭ്യന്തര വകുപ്പിനെ വിവരം അറിയിക്കാതെയാണ് വന്നത് എന്ന് ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് ലോക്കർ പരിശോധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഇ.ഡി. സംഘം വിവരങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ വീണ്ടും വീണ വിജയന് ഇ.ഡി. സമൻസ് കൈമാറുമെന്നാണ്, ഉടൻ തന്നെ അടുത്ത ചോദ്യം ചെയ്യലും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ലഭ്യമായ തെളിവുകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ ഏകദേശം 172 ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ, ഇ.ഡി. ഉദ്യോഗസ്ഥർ വീണയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തത്. ആദായ നികുതി വകുപ്പ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ SFIO ഓഫീസും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള അന്നത്തെ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രധാനമായിട്ട് 2 കമ്പനികളുമായിട്ട് 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വീണ വിജയന്റെ എക്സാലോജി കമ്പനി നടത്തിയിട്ടുള്ള 2,78 ലക്ഷം രൂപയുടെ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഇ.ഡി. കഴിഞ്ഞ ദിവസം വീണ വിജയനെ തൂക്കിയെടുത്തുകൊണ്ടിരുത്തി ചോദിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ നേരിട്ട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും തനിക്കറിയില്ല, അപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയില്ല എന്നൊക്കെയുള്ള മറുപടികൾ വീണ വിജയൻ നൽകിയതായിട്ട് വാർത്ത വരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരം പറഞ്ഞ് അബദ്ധത്തിൽ കെണിയിൽ ഇ.ഡിയുടെ കെണിയിൽ ചെന്ന് പെടണ്ട എന്ന് കരുതി ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഒരുപക്ഷെ വക്കീലന്മാർ ഉപദേശിച്ചതാകാം. അങ്ങനെ തന്നെയാണ് ഇ.ഡിയും കരുതുന്നത്. പല ചോദ്യങ്ങൾക്കും തനിക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ് എന്നായിരുന്നു മറുപടി. എക്സാലോജി കമ്പനിയുടെ കൺസൾട്ടൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ബംഗളൂരുവിലെ ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഇപ്പോൾ ഓർക്കുന്നില്ല എന്നും പണമിടപാടുകൾ ഉൾപ്പെടെ നടത്തിയത് ഓഫീസ് സ്റ്റാഫാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സർവീസുകളുടെ വിശദാംശങ്ങൾ തന്റെ ഓഫീസ് സ്റ്റാഫിന് മാത്രമേ അറിയാവൂ എന്നും ചോദ്യം ചെയ്യലിനിടയിൽ വീണ വിജയൻ പറയുകയുണ്ടായി. ഒരു കാര്യത്തിലും തനിക്ക് മനസ്സറിവില്ല എന്ന് വീണ പറഞ്ഞതോടെ ഇനിയിപ്പോ ആർക്കാണ് ഈ കേസിൽ മനസ്സറിവ് ഉള്ളത് എന്ന് കണ്ടെത്തേണ്ട ബാധ്യത, ആ ഉത്തരവാദിത്വം ഇ.ഡിയുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ HDFC ബാങ്ക് ലോക്കറിൽ നിന്നും പരിശോധനകൾ നടക്കുന്നത്. പണം നൽകിയ CMRL ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് വീണ വിജയന്റെ എക്സാലോജിക്കിൽ നിന്ന് ഒരു തരത്തിലുള്ള സേവനവും ലഭിച്ചിട്ടില്ല എന്ന മൊഴി കഴിഞ്ഞ ദിവസം ഇ.ഡിക്ക് കൊടുത്തിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെ ഭാര്യ, മകള്,
അവരും സമാനമായിട്ടുള്ള മൊഴിയാണ് ഇഡിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. വ്യവസ്ഥകളുടെ ഭാഗമായിട്ട് സേവനം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പണം കൈമാറിയതെന്നും തങ്ങൾക്ക് മിതമായ തോതിൽ സേവനങ്ങൾ ലഭിച്ചു എന്നൊക്കെയാണ് ശശിധരൻ കർത്തയുടെ ഭാര്യയും മകളും ഒക്കെ പറഞ്ഞത്. എന്നാൽ CMRL ഉദ്യോഗസ്ഥൻ നൽകിയ മൊഴിയാണെങ്കിൽ നേരെ വിലങ്ങനെയാണ്. അതായത് പണമിടപാടുകൾ നേരിട്ട് ഡയറക്ടർ തലത്തിലായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇതിനെ പറ്റി വലിയ വിവരങ്ങളൊന്നും അറിയില്ല എന്നാണ്. പണം അയക്കാൻ പറയുമ്പോൾ അതിനുള്ള അക്കൗണ്ട് നമ്പർ തരും, അതിലേക്ക് പണം അങ്ങോട്ട് അയക്കും, അത്രമാത്രം. അല്ലാതെ സേവനങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് CMRL ഉദ്യോഗസ്ഥന്റെ മൊഴി വീണ വിജയന് കൂടുതൽ തലവേദനയാകും, കൂടുതൽ കുരുക്കാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CMRL കമ്പനി ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തായുടെ ഭാര്യ ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത എന്നിവരുടെ മൊഴികൾ ഈ കേസിൽ അതിനിർണായകമാകും എന്നാണ് സൂചന. ഇവരെ ചോദ്യം ചെയ്തതിന് തൊട്ടടുത്ത ദിവസമാണ് വീണ വിജയൻ ചോദ്യം ചെയ്യലിനായി ED ഓഫീസിലെത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളുടെ ബാക്കി വീണ വിജയന് കിട്ടിയിട്ടുണ്ടാവും എന്നും ശ്രദ്ധേയമാണ്. മിക്ക ചോദ്യങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാണ് വീണ ശ്രമിച്ചത്. തന്റെ ഓഫീസാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരു ഓഫീസിൽ നിന്ന് നേരത്തെ SFIO കുറെ വിശദമായ തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇവ ഒരിക്കൽ കൂടി പരിശോധിച്ച് വീണയുടെ മൊഴി വിലയിരുത്തിയതിനു ശേഷം തുടർന്നും ചോദ്യം ചെയ്യലിന് കടക്കാനാണ് EDയുടെ നീക്കം. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വീണയ്ക്കുള്ള കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് കുരുക്ക് വരികയാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ തൃപ്തികരമല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടനെ തന്നെ കൈമാറി കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വീണ്ടും വിളിപ്പിച്ചു വരുത്താനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് എന്നാണ് അറിയുന്നത്. CMRL പ്രതിനിധികളുമായിട്ട് താൻ നേരിട്ട് ചർച്ച നടത്തി എന്ന് ചോദ്യം ചെയ്യൽ വീണ സമ്മതിച്ചിട്ടുണ്ട്. എക്സാലോജി കമ്പനി നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തത് കൊണ്ട് അത്തരം സേവനങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ രേഖകൾ ഇപ്പോൾ തന്റെ കൈവശം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇല്ലാത്ത സേവനത്തിനാണ് പണം കൈമാറിയത് എന്ന SFIOയുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തലത്തിലേക്കാണ് വീണയുടെ ഈ മൊഴികൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. CMRLന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ ലോണായി വാങ്ങിയിട്ടുള്ള സംഭവത്തിലും കൃത്യമായ വിശദീകരണം നൽകാൻ വീണ വിജയന് കഴിഞ്ഞിട്ടില്ല. വീണ EDക്ക് നൽകിയ മൊഴിയിൽ ഗൗരവമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നും ഇത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്നുമാണ് ED വിലയിരുത്തുന്നത്. പ്രവർത്തനക്ഷമമല്ലാത്ത ഈ കമ്പനി CMRL ഇടപാടിന് തൊട്ടു പിന്നാലെയാണ് പൂട്ടിയത്. എക്സാലോജിക്കിലേക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ലഭിച്ചെന്നോ വന്ന പണം എങ്ങനെ ഏതാവശ്യങ്ങൾക്ക് ചെലവഴിച്ചെന്നോ ഉള്ള അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരൊറ്റ ഉത്തരവും വീണ വിജയന് പറയാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ പക്കലില്ല. ചുരുക്കി പറഞ്ഞാൽ ED സംഘത്തിന്റെ കടുത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വീണ വിജയൻ. എത്രമാത്രം പരിശീലനം ലഭിച്ചാലും ഇത്തരം ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും വീണയ്ക്ക് മേൽ കൂടുതൽ പിടിമുറുക്കി ED തങ്ങളുടെ അന്വേഷണം ശക്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അതിന്റെ വലിയൊരു തെളിവാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ തത്സമയ പരിശോധനകൾ. Different angles. Don't forget to subscribe and support this channel.